ഫ്രണ്ട്സ്, ബൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്പെഷ്യൽ തവ ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പെഷ്യൽ എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞല്ല, നമ്മൾ യൂസ് ചെയ്യുന്നത് പച്ചക്കുരുമുളകാണ്. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചിക്കൻ ഉണ്ട്. ഒരു 5-8 പീസ് ചിക്കനെ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക്, കാന്താരി മുളകുണ്ട്, അതാണ് ബെസ്റ്റ്. കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പച്ചമുളക് എടുത്തേക്കുന്നത്. പിന്നെ ഇതും കുറച്ച് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഒരു 2 സ്ലൈസ് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. ആദ്യം നമുക്കിതിന്റെ മിക്സർ റെഡിയാക്കാം. മിക്സിയിലിട്ട് ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ മിക്സർ ഇതാണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ക്രഷ് ചെയ്തിട്ടാണ് വേണ്ടത്. ഫുള്ളായിട്ട് അരഞ്ഞു പോകണ്ട കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിടക്കും. ഇനി നമുക്കിതിൽ കുറച്ച് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. വളരെ കുറച്ച് മസാലകൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയുള്ളത് ഓപ്ഷണലാണ് കേട്ടോ. പെരിഞ്ജീരകം നിങ്ങൾക്ക് ഫ്രൈയിൽ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് ഇഷ്ടമാണ് പെരിഞ്ജീരകത്തിൻ്റെ ടേസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പം. അതുകൊണ്ട് ഇച്ചിരി പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഈ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. തവ ഫ്രൈ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബോൺലെസ് പീസസ് എടുത്തേക്കുന്നത്. അത് ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ മീനിനൊക്കെ വരയിട്ട് കൊടുക്കൂലേ, അതുപോലെ ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. മസാല ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 മണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാം. ഞാൻ ഇവിടെ പാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ആട്ടോ എടുത്തേക്കുന്നത്. നല്ലോണം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. നാല് മിനിറ്റ് ഒരു സൈഡ് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് ഫിഷ് പോലെയല്ല, കുറച്ച് സമയം എടുക്കും ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പുറത്ത് കാണുന്നത് ഈ മസാലയാണ് കേട്ടോ. കരിഞ്ഞതല്ല, കുറച്ച് ബ്രൗൺ കളറിൽ കാണുന്നത് മൊത്തം മസാലയാണ് നമ്മളിട്ടേക്കണേ. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്രിസ്പി ആയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ നല്ല ഫ്രൈ ആയി റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ആ പച്ചക്കുരുമുളകിൻ്റെയും വെളിച്ചെണ്ണേൻ്റെയും കറിവേപ്പിലേൻ്റെയും ഒക്കെ കൂടെ നല്ല അടിപൊളി ഒരു മണം വരുന്നുണ്ട്. നമുക്ക് വേഗം ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. പറഞ്ഞില്ല, ആ മസാല മുകളിൽ കിടക്കണത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു. അതുകൊണ്ട് നല്ല മുരിഞ്ഞു കിടക്കുന്നുണ്ട് ആ മസാല. അപ്പം നല്ല പച്ചക്കുരുമുളകും പച്ചമാങ്ങയും ഒക്കെ ഇട്ട് നല്ല അടിപൊളി ചിക്കൻ തവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട്. സ്മെല്ല് അടിപൊളിയാണ് കേട്ടോ. രക്ഷയില്ലാത്ത സ്മെല്ലാണ്. അകത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ടുണ്ട്. പച്ചക്കുരുമുളകിന്റെ ടേസ്റ്റ് നന്നായിട്ട് വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു പൊടിക്കുപ്പ് കൂടുതലുണ്ട്. ഇത് നിങ്ങൾ ഉപ്പിലും ഒന്ന് ശ്രദ്ധിച്ചാൽ. ഞാൻ കുറച്ച് ചിക്കനല്ലേ എടുത്തില്ല, ഒരു പൊടിക്കുപ്പ് കൂടുതലുണ്ട്. ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഈ അടിപൊളി റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക. ബൈറ്റിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subhi signing off from Bytes. Bye bye.